ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫേസ് ടോണർ ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു 5-8 മാസം വരെ നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പെട്ടെന്നൊന്നും ഇത് കേടായി പോകില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് മിന്റ് ലീഫിന്റെ ടോണർ ആണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും, എന്ത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ മിന്റ് ലീഫ് എനിക്ക് അവൈലബിൾ ആയതുകൊണ്ട് മിന്റ് ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. മിന്റ് ലീഫ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ഒക്കെ ചെയ്ത് അതിന്റെ അഴുക്ക് പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക, അതല്ലെങ്കിൽ വേറെ ഒരു പാത്രം എന്തെങ്കിലും എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് മെത്തേഡിലാണ് കേട്ടോ. അതായത് നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അത് അതിന്റെ വേപ്പർ വരുള്ളൂ, നീരാവി വന്നിട്ട് അതൊന്നും കൂടി കൂളാക്കിയിട്ട് അത് വീണ്ടും വെള്ളം ബാഷ്പീകരിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവം മെത്തേഡാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോണത്. പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ വാറ്റുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോണത്. അപ്പൊ അതിലേക്ക് ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇലകളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണമല്ലോ, ആ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മിന്റ് ലീഫ് തന്നെ എടുക്കണമെന്നില്ല, നീം എടുക്കാം, തുളസി എടുക്കാം, റോസ് എടുക്കാം. ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്ക് ചെറിയൊരു ബൗള്, ഒരു സ്റ്റീലിന്റെ ബൗള് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. ബൗള് അതല്ലെങ്കിൽ ചെറിയൊരു പാത്രം വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ടോണർ കളക്ട് ചെയ്യാൻ പറ്റിയ പാത്രം വെച്ചു കൊടുക്കുന്നത് കേട്ടോ. പാത്രമല്ല, ബൗള് കേട്ടോ. ചില്ലിന്റെ ഇതേപോലത്തെ ഒരു ബൗള് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ആ വെള്ളം അതിന് താഴെ നിൽക്കണം കേട്ടോ, അതല്ലെങ്കിൽ ആ വെള്ളം ഇതിന്റെ മുകളിൽ തിളച്ച് വരുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് തെറിച്ച് വീഴും. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും മൂടി വെക്കാനായിട്ട് ഇതേപോലെയുള്ള പിടിയുള്ള പാത്രം ഉണ്ടല്ലോ, അത് വെച്ചു കൊടുക്കണം. കാരണം ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിന്റെ ആ ഒരു വേപ്പർ ഉണ്ടല്ലോ അതിങ്ങനെ വന്ന് കളക്ട് ആവണമെങ്കിൽ അതിൽ അങ്ങനത്തെ ആ ഒരു മൂടിയുള്ള പാത്രം വന്നാൽ അതിൽ കറക്റ്റ് സെന്ററിൽ വന്ന് വീഴുള്ളൂ. അതുകൊണ്ടാണ് ഇതേപോലത്തെ മൂടിയുള്ള പാത്രം എടുത്തേക്കണം കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേപ്പറിനെ നമ്മൾ കൂളാക്കിയിട്ട് വീണ്ടും നമ്മളത് വെള്ളമാക്കി മാറ്റിയിട്ട് അതിൽ കളക്ട് ചെയ്യണേണ്, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കണേ കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് സിമ്മിലിട്ടാണ് കേട്ടോ നമ്മൾ ബോയിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതാ ബോയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമാണ്, ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഫ്ലോപ്പ് ആയി പോയിട്ടോ. ഇത് സെക്കൻഡ് ടൈമാണ് ചെയ്യണത്. അപ്പൊ ഇതാ കണ്ടോ, നന്നായിട്ട് കണ്ടോ, ആ ഒരു ബൗൾ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഫ്രഷ് ആണ്, ഇലകളൊക്കെ നന്നായിട്ട് വറ്റി എന്താ പറയാ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ഇനി നമുക്കിത് തണുത്തിട്ട് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാട്ടാ. അപ്പൊ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സെയിം ടോണർ തന്നെയാണ് കേട്ടോ. പെട്ടെന്നൊന്നും ചീത്തായി പോകില്ല, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല കേട്ടാ. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ ഇത് യൂസ് ചെയ്യാം. ഒരു 5-8 മാസമൊക്കെ വരെ യൂസ് ചെയ്യാം കേട്ടോ. അതിക്ക് മേലെ വരെ യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അത്രയ്ക്ക് പ്യുവറാണ് ശരിക്കും. അതൊരു എന്താ പറയാ വെള്ളം പോലെ തന്നെയാണ് ഇരിക്കണത്. കണ്ടോ, നല്ല പ്യുവറാണ്. അപ്പൊ ഞാനത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാരണ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മാറ്റിയാൽ മതി കേട്ടോ. അപ്പൊ എനിക്ക് ആ ബോട്ടിൽ ഫുൾ ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബാലൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും കിട്ടും. അപ്പൊ ഞാൻ അതെല്ലാം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് സാധാരണ ടോണർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. ഇത് കാണാനായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടോണർ പോലെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ നോർമലി വേവായിട്ടുള്ള ടോണറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കളർ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് കേടായി പോകാറുണ്ട്. പക്ഷെ ഈ ഒരു ടോണർ അങ്ങനെ പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.